ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാറ്റിനും കൂട്ടാൻ പറ്റണ ഒരു ചെറുപയർ കൂട്ടാനാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണേ. എപ്പോഴത്തെയും പോലെ സിമ്പിളായിട്ട് തന്നെയാണ് റെഡിയാക്കണേ. അതിൻ്റെ കൂടെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്താൽ മതി. വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. പാത്രത്തിൽ ഒരു തുള്ളി കൂട്ടാൻ പോലും ബാക്കി ഉണ്ടാവില്ല. അര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. അതുപോലെ നിങ്ങൾ എത്രയാണോ കൂട്ടാൻ ഉണ്ടാക്കണേ അതനുസരിച്ച് ചെറുപയർ എടുത്തോളൂ. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. പരിപ്പ് വറുത്തെടുത്തു കിട്ടാം, പക്ഷെ കളറൊന്നും മാറിയിട്ടില്ല. ഇത് ലൈറ്റായിട്ട് ഒരു സ്മെല്ല് വരും നമുക്ക് വറക്കുമ്പോൾ. ആ സ്റ്റേജിൽ തന്നെ നിർത്തിക്കോളൂ. ഇനി നമുക്ക് ഈ പരിപ്പ് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പിലേക്ക് കരിവേപ്പില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 5-6 വെളുത്തുള്ളി, 1 തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ കുറച്ച് ഇടുന്നുണ്ട്. ലാസ്റ്റ് വേണോ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ. പരിപ്പ് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് 5 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്കും 2-3 സാധനം പൊടിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ചുവന്ന മുളക്. ചെറുപയർ 5 വിസിൽ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 5 വിസിൽ നല്ലോണം വെന്തുണ്ട്. നമുക്കിതൊന്ന് കുത്തി ഉടയ്ക്കാം. എല്ലാം കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കണ പോലെ ചെറുപയർ കൂട്ടാനാണ്. ഇനിയാണ് നമ്മൾ 2-3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോണത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 10 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി. ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മല്ലി, ജീരകം, മുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ ചേർത്ത് കൊടുക്കണേ. ഇനി 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. മല്ലിയുടെ ഒക്കെ പച്ചമണം പോകണമല്ലോ. 1 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ തന്നെ മല്ലിയും ജീരകം പൊടിച്ച് ചേർക്കണം എന്ന് അറിയാൻ കാരണം ഉള്ളി നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും അതിൻ്റെ പച്ചമണം പോകൂട്ട. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കറി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് ഒന്നും വേണ്ട. അതിൽ താഴെ ഒന്ന് തിളച്ചാൽ മതി. കറി നല്ലോണം തിളച്ചു കിട്ടാം. ഇനി മല്ലിയിലിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചെറുപയർ കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.